welcome to our Golden Surprise YouTube channel and welcome to our new video. നമ്മൾ ഇന്നൊരു കൃഷി സംബന്ധമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കൃഷിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി വീഡിയോ ആണ്. അത് കാണാത്തവർ അത് കണ്ടു നോക്കണം. നമ്മൾ പാടത്തൊക്കെ പോയി കൃഷികളൊക്കെ കണ്ട് ആ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പിലെ ഒരു കൃഷി വീഡിയോയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചേനയെ പറ്റിയാണ് ഇന്ന് അറിയാൻ പോകുന്നത്. ചേന എങ്ങനെ ഉണ്ടാവും, ചേന കുഴിച്ചു വെക്കുന്ന കാര്യങ്ങൾ, ചേന മുറിക്കുന്നത്, ഇതൊക്കെ അറിയാത്ത ഇഷ്ടം പോലെ കൂട്ടുകാർ കാണും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരും. ഇത് മുട്ടൻ ചേനയാട്ടാ, നമ്മളിത് മുറിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മൾ നടാൻ വെച്ചിരിക്കുന്ന ചേന. കണ്ടല്ലോ, ഇതിന് മുളയുണ്ട്. ഇപ്പം 3 മുളയാണ് ഇതിനുള്ളത് അല്ലേ വിസു? ഇതാണ് കേട്ടോ മുള. ഈ പിങ്ക് സംഭവമാണ് ഇതിന്റെ മുള. അപ്പൊ ഇത് 3 മുളയുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് 3 എണ്ണമായിട്ട് കട്ട് ചെയ്ത് ഇതാക്കാൻ പറ്റും, മുറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പം ചേനയ്ക്ക് 4 മുള ഉണ്ടെങ്കിൽ 4 എണ്ണമായിട്ട് മുറിക്കാം. അങ്ങനെ അതിന്റെ ഇതനുസരിച്ച് നമുക്ക് മുറിച്ച് വെക്കാവുന്നതാണ്. കണ്ടോ, നമ്മളിത് വെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ വെച്ചേക്കണത്, മുറിച്ച് വെച്ചേക്കണുണ്ട്. അതിപ്പം ഇത് ഒരു 3 മുളകളാണെങ്കിൽ 3 എണ്ണമായിട്ട് നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് വെച്ചതിലും മുളയുണ്ട് കേട്ടോ, ഒരെണ്ണം. ചേച്ചി പറഞ്ഞായിരുന്നല്ലോ ഈ മുറിച്ച് വെക്കണമെന്ന പീസ്. അപ്പം ഇതാണ് മുറിച്ച് വെച്ച ഒരു പീസ്. ഇതിൽ കണ്ടില്ലേ ഒരു പിങ്ക് മുള. ഈ മുളയാണ് ചേനയായിട്ട് വലുതായിട്ട് വരുന്നത്. ചിലവർക്ക് പറഞ്ഞു ഇത് ചിലവർക്കൊക്കെ ചൊറിയും കേട്ടോ. എനിക്കങ്ങനെ ചൊറിയാറൊന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറമ്പ്. ഇവിടെയാണ് നമ്മുടെ ചേന, വാഴ, കപ്പ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയെല്ലാം നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ 3 വേലയാണ് കേട്ടോ ഉള്ളത്. മിനിഞ്ഞാന്ന് ഇവിടെ JCB ഒക്കെ വന്ന് ഫുൾ വൃത്തിയാക്കിയതാ. ആദ്യം ഇവിടെ റബ്ബർ വെച്ചിട്ടുള്ള പറമ്പായിരുന്നു. പിന്നെ നമ്മൾ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് ഇവിടെ കൈത വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. കൈതയെല്ലാം കുഴിയിലിട്ട് മൂടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിൽ നല്ല ചേനയൊക്കെ വെച്ച് മൂടി ഇതാക്കും. ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങൾ ഇവിടെ ഫുൾ കളിച്ചൊക്കെ ചെയ്ത് ഇന്ന് നമ്മൾ ചേന നടും. അതെ, ഇത് അവിടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പറമ്പാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. അതെ. താഴത്തെ തട്ടിൽ നിന്ന് മൂന്നാമത്തെ തട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഈ പറമ്പ് 3 തട്ടായിട്ടാണുള്ളത്. അപ്പം നമ്മുടെ ഈ ഏറ്റവും 3ാമത്തെ തട്ടിലാണ് നമ്മൾ ചേന നടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം നല്ല വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിൽ വേണം നമ്മൾ ചേന നടാനായിട്ട്. അതായത് ഉഴുത് മറിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക് ചേന നടാൻ നല്ലത്. പറ, ഏത് മാസത്തിലാണ് ചേന നടേണ്ടത്? കുംഭമാസത്തിൽ നല്ല ചേന നട്ടാ നല്ല കുംഭം പോലെ ഇരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ മീനമാസത്തിൽ നടരുത്. മീനമാസം നട്ടാൽ മീനിന്റെ കണ്ണു പോലെ ഇരിക്കും ചേന. അവിടെ തൊട്ട് ഇവിടെ വരെയാണ് 3ാമത്തെ തട്ടുള്ളത്. ചേച്ചി നമ്മുടെ മുറിച്ച ചേന കഷ്ണങ്ങളെല്ലാം ഈ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ചേന എങ്ങനെ നടണം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് വേണ്ടത് ഈ വലിപ്പമുള്ളൊരു കുഴി എടുക്കുക. കണ്ടല്ലോ, ഇത്രയും വലിപ്പമുള്ളൊരു കുഴിയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് കണ്ടോ, ഈ പറമ്പ് നിറച്ച് നമ്മൾ കുഴി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ചേന കണ്ടോ, വിസുദേ ചേന കൊണ്ടുവന്നിട്ടുണ്ട് കുഴിയിലേക്ക് വെക്കാനായിട്ട്. വിസു വേഗം നമുക്ക് വെക്കാം. ഈ ചേന നമ്മൾ ഇങ്ങനെ വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ,
ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ കുഴിയുടെ സൈഡിലായിട്ട് നമ്മൾ ചാണകം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുഴി മൂടണം. അതേ ഇപ്പം നമ്മുടെ ചേച്ചി ഇതൊക്കെ ചേനയൊക്കെ വെച്ചിട്ട് സംഭവം മണ്ണൊക്കെ അതിൻ്റെ മേത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ചേന വെക്കുമ്പം മുള കാണാവുന്ന രീതിയിൽ വേണം ചേന വയ്ക്കാനായിട്ട്. പിന്നെ ഈ ചേന വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും നമ്മൾ ചാണകവും എല്ലുപൊടിയും ഇത് രണ്ടുമാണ് ഇതിന് പറ്റിയ നല്ല വളങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ചാണകം നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും പച്ചച്ചാണകമാണ്. പക്ഷെ പച്ചച്ചാണകമല്ല, ഉണക്കച്ചാണകം വേണം നമ്മൾ ഇതിനകത്ത് ഇടാനായിട്ട്. പച്ചച്ചാണകം ഇടരുത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനു വേണ്ടി അച്ഛൻ ഇന്നലെ തന്നെ ഉണക്കച്ചാണകവും പിന്നെ എല്ലുപൊടിയും മേടിച്ചോണ്ട് വന്നായിരുന്നു. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉണക്കച്ചാണകം ഇടേണ്ടത്. ചീച്ചിട്ട് കാണിക്കുന്നത് ചെങ്ങയുടെ ചുറ്റും നമ്മൾ ഇടുക. ഇവിടെ എല്ലുപൊടി ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് എല്ലുപൊടി, ഇതും ഇടണം. അപ്പോൾ നമ്മുടെ എല്ലാ കുഴികളിലും ചേന റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഇനിയും ചേന വെക്കാനുണ്ട്. ഇവിടെ വരെയുള്ള കുഴികളിലെല്ലാം നമ്മൾ ചേന വെച്ച് മൂടിയിട്ടുണ്ട്. ഞാനുണ്ടല്ലോ ഈ ചേനയുടെ മുള കണ്ടപ്പോൾ അതൊരു ബിഗ് പ്രഷറാന്ന് ഓർത്ത് ആ ചേനയായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചേന കുഴിയിൽ വെക്കുന്നതും മണ്ണിടുന്നതും ചാണകം ഇടുന്നതും വള ഇടുന്നതും എല്ലുപൊടി അതെല്ലാം ഇടുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. കുഴി മൂടുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ഈ ചേന വളർന്നു വലുതാകുമ്പം നമുക്ക് ചേനയ്ക്ക് നല്ല തണലും വേണം, അതുപോലെ തണുപ്പും വേണം. അതിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ് നമ്മൾ. കണ്ടില്ലേ, വിസു എല്ലാം ഇലയെല്ലാം പറിച്ചിടുവാണ്. അതുപോലെ ഉണങ്ങിയ ഇല, അതിന് പറയുന്ന പേരാണ് ചവറെല്ലാം നമ്മൾ എടുത്ത് ഇടാണ്. ഇത് ഇതുപോലെയുള്ള കമ്പുകളും ഈ ഇലയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളിട്ട് ഇത് മൂടും. എനിക്ക് വലുതായിട്ട് വരുമ്പോൾ ഇതിന് നല്ല തണുപ്പും തണലും കിട്ടും. അപ്പം ഞങ്ങളും അച്ഛൻ്റെ അവിടെ എല്ലാം വെട്ടുകയാണ്. പിന്നെ അമ്മയും ഞാനും വിസുവും ഞങ്ങളെല്ലാവരും കൂടിയാണ് ചേനയ്ക്കുള്ള ഇതൊക്കെ ചെയ്യുന്നത്, ചവറെല്ലാം ഇടുന്നത്. ഞാൻ പോയി അടുത്ത ചവർ എടുത്തിട്ട് വരാം. ഈ ചേനയ്ക്ക് ആവശ്യമുള്ള ഇലയൊക്കെ ഞങ്ങൾ ഇവിടെ ഇടുവാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നലെ തന്നെ ചേനയ്ക്ക് ചവറെല്ലാം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ ചേന കൃഷി ഒന്നുകൂടെ ചെയ്യണം നമുക്ക് വിസുവിനുണ്ടെന്ന് ചോദിക്കാം. നടാൻ പറ്റിയ വലിപ്പത്തിലുള്ള ഒരു ചേന വിത്ത് എടുക്കണം. എന്നിട്ട് നമ്മളത് 4, 5, 6 പീസായിട്ട് നമ്മൾ മുറിച്ചിട്ട് ഒരു കുഞ്ഞി കുഴി എടുത്തിട്ട് അതിനകത്ത് ഈ ചേന വിത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് എല്ലുപൊടി ചാണകവും എല്ലാം ഇട്ടൊന്ന് ഉണക്കച്ചാണകം ഇട്ടൊന്ന് ഇതാക്കിയിട്ട് കുഴി മൂടണം. എന്നിട്ട് നമുക്കതിൽ ചവറിടാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചേനയുടെ ഇല വിടർന്നു വരുമ്പോൾ മുള വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഇത്തിരി കൂടെ വളം നമ്മുടെ ഉണക്കച്ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചേനയ്ക്ക് വളരാനുള്ളൊരു ഇത് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ചേനക്കൃഷിയുടെ ഇത്. അപ്പം ഇനി നമ്മുടെ ചേനയുടെ കാറ്റൊക്കെ വീശുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇലയൊക്കെ ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വേണമെങ്കിൽ ഒരു കമ്പ് കുത്തിയിട്ട് ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല, ബാലൻസ്ഡ് ആയിക്കോളും. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ തൊട്ട് അങ്ങ് അറ്റം വരെ നമ്മൾ ചേനക്കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, വലിയ മരത്തിൻ്റെ ചവറെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതിലൊരു മിസ്റ്റേക്കും ഇല്ലല്ലോ? നിങ്ങൾ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്കൊന്നുമില്ല. കാര്യം ഇത് ഞങ്ങളുടെ പൂർവികന്മാരായിട്ടാണ് ഈ കൃഷി ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. നേരത്തെയും കൃഷി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ആ കൃഷി ഈ നേരത്തെ തൊട്ട് ഇവിടെ ഈ പറമ്പിൽ ഉണ്ടായിരുന്നു. പണ്ടും ഇവിടെ വാഴയും ചേനയും കപ്പയും എല്ലാം ഞങ്ങളുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് വീണ്ടും ഏറ്റെടുത്ത് ഞങ്ങളും ഇപ്പോൾ ഈ കൃഷി ചെയ്യുവാണ്. അത് ഇനിയും മുന്നോട്ടുള്ള തലമുറയ്ക്ക് കൂടി ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഇപ്പോഴേ തന്നെ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അവരാണിപ്പം ഈ കൃഷിക്ക് എല്ലാത്തിനകത്തും ഞങ്ങളുടെ കൂടെ സഹായിച്ചത്. അവരാണ് ചേന നടാനാണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചി നടാനും മഞ്ഞൾ നടാനും അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം ഈ 2 കുട്ടികളും ഞങ്ങളെ ഒത്തിരിയേറെ സഹായിച്ചു. അവർ ഒത്തിരി കാര്യങ്ങൾക്ക് അതിൻ്റെ കൂടെ വന്നു. അവർക്കിതെല്ലാം പഠിക്കാനും പറ്റി. അപ്പം ഇനി മുന്നോട്ടുള്ള തലമുറയ്ക്കും ഈ കൃഷി നിന്നു പോകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്കൂട് കൂടി ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. എന്നാലേ മുന്നോട്ടുള്ള തലമുറയ്ക്കും ഇതെല്ലാം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഈ IT ഫീൽഡ് മാത്രമായിട്ട് നമ്മുടെ തലമുറ ഒതുങ്ങിപ്പോകും. ഓക്കെ.